ജീവൻ്റെ കാപാടം പ്രോഗ്രാമിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എൻ്റെ ദൈവാനുഭവം നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഞാനിങ്ങനെ ധ്യാനം കൂടി തിരിച്ച് പോകുന്ന സമയത്ത് ബസ്സിൽ പോകുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നടന്ന എല്ലാ സംഭവങ്ങളും ഒരു സിനിമയിലെന്ന പോലെ ദൈവം കാണിച്ചു തന്നു. ഞാൻ ആ ധ്യാനം കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ ഈ ധ്യാനം കൂടാൻ ഞാൻ പോരുമ്പോൾ എനിക്ക് ഈ മുറി ഏറ്റെടുത്തുണ്ടായിരുന്ന സ്ഥലവും വീടും എല്ലാം വിറ്റിരുന്നു. മറ്റൊരു സ്ഥലത്തേക്കാണ് ഞാൻ ചെല്ലുന്നത്. അവിടെ സുഹൃത്തുക്കളോ പരിചയക്കാരോ ആരുമില്ല. അപ്പോൾ ഞാനൊരു 15 വയസ്സിൽ തുടങ്ങിയ പുകവലി ദുശ്ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ധ്യാനം കൂടി ഞാൻ ഈ പുകവലി നിർത്തി വീട്ടിൽ ചെന്ന് 18 ദിവസം ഞാൻ പുകവലിക്കാതിരുന്നു. 18ാമത്തെ ദിവസം എൻ്റെ അച്ഛനും അമ്മയും കൂടി കടയിൽ പോവുകയാണ്. അപ്പം അച്ഛൻ്റെ സാധുബീഡി തീപ്പെട്ടി ആ ജനൽപ്പടിയലിരിക്കുകയാണ്, ജനലിൻ്റെ പടിയൽ. അപ്പം ഈ ബീഡി കണ്ടപ്പോൾ എനിക്ക് പുകവലിക്കണമെന്നൊരു ആഗ്രഹം വരികയാണ്. അപ്പം അങ്ങനെ ആഗ്രഹവും കൊതി അങ്ങനെ മൂത്ത് ഞാൻ 2 വടിയൽ നിരങ്ങിച്ചെന്ന് ഒരു സാധുബീഡി എടുത്ത് വായിൽ വെച്ചു, തീപ്പെട്ടി ഉരച്ച് കത്തിച്ചു, ഒരു പുക വലിച്ചു. ഇവർ വരുന്നുണ്ടോ എന്നിങ്ങനെ എത്തി വലിഞ്ഞ് നോക്കി. ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് വീട്. താഴെ നിന്ന് വരുന്നുണ്ടോ എന്ന് നോക്കി. രണ്ടാമതൊരു പുക കൂടി വലിച്ചു. രണ്ടാമത്തെ ഒരു പുക കൂടി വലിച്ചപ്പോൾ ഞാൻ എൻ്റെ പുറകിൽ നിന്നൊരു സ്വരം കേൾക്കുകയാണ്. ആ സ്വരം ഇങ്ങനെയാണ്: നീ എന്നെ ഒരു നോക്കുകുത്തിയായിട്ടാണോ കണ്ടത്? ഇതെവിടുന്നാണ്? വേറെ ആരും വീട്ടിലില്ല. ഇതെവിടുന്നാണ് കണ്ടത് എന്നറിയാൻ വേണ്ടി കേട്ടതെന്ന് വേണ്ടി ഞാൻ നോക്കുമ്പോൾ, ഞാൻ ഈ ധ്യാനം കൂടി പോയപ്പോൾ 30 രൂപ കൊടുത്ത് ചെറിയൊരു കണ്ണാടിയുടെ വലിപ്പമുള്ള യേശുവിൻ്റെ ഒരു ഫോട്ടോ വാങ്ങിച്ചിരുന്നു. ഈ ഫോട്ടോയാണ് എന്നോട് ചോദിച്ചത്, നീ എന്നെ ഒരു നോക്കുകുത്തിയായിട്ടാണോ കണ്ടത്? കാരണം ആരും കാണുന്നില്ലല്ലോ. ആരും കാണാതെ ഇവർ വരുന്നുണ്ടോ എന്ന് നോക്കിയാണ് ഞാൻ ഈ പുക വലിക്കുന്നത്. അപ്പോഴാണ് എന്നോട് ചോദിച്ചത്. ഇതിനെക്കുറിച്ച് പിന്നീട് ബൈബിളിൽ എനിക്ക് കാണിച്ചു തന്നു. യെശയ്യാ 30:20-21. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഞാൻ ആ വീടി അവിടെ ഇട്ടു. കരയാൻ തുടങ്ങി. എനിക്ക് കരച്ചിൽ വന്നു. കരച്ചിൽ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. വൈകുന്നേരം ഒരു 3 മണിക്ക് തുടങ്ങിയ കരച്ചിൽ 7 മണി വരെ ഞാൻ കരഞ്ഞു. അച്ഛനും അമ്മയും കടയിൽ പോയി വരുമ്പോൾ ഞാൻ കരയുന്നുണ്ട്. എന്തിനാ കരയുന്നതെന്ന് എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. അങ്ങനെ 7 മണി വരെ ഞാൻ കരഞ്ഞു. അതിനുശേഷം പിന്നീട് പുക വലിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ധ്യാനം കഴിഞ്ഞ് പോയപ്പോൾ ഒരു ബൈബിൾ മേടിച്ചിരുന്നു. അതിനു മുമ്പ് ഞാൻ ബൈബിളൊന്നും വായിച്ചിട്ടില്ല. ഞാൻ ഈ വീട്ടിൽ ചെന്ന് ഈ ബൈബിള് വായിക്കുവാൻ തുടങ്ങി. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ 1 കൊല്ലം കൊണ്ട് ഞാൻ വായിച്ചു. എനിക്ക് നടക്കാൻ പറ്റാതെ കിടക്കുകയാണ്. മുഴുവൻ സമയം ഈ ബൈബിള് വായിക്കുകയാണ്. ഞാൻ ബൈബിൾ അങ്ങോട്ട് വായിച്ച് ചെല്ലുമ്പോൾ ദൈവം ഈ ബൈബിളിൽ കൂടി എന്നോട് സംസാരിക്കുന്നത് പോലുള്ള അനുഭവങ്ങൾ എനിക്കുണ്ടാകുവാൻ തുടങ്ങി. യെശയ്യാ 43:1. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലേ, നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ഈ വചനം വായിച്ചപ്പോൾ പെട്ടെന്ന് 1 കൊല്ലത്തിന് മുൻപ് ഞാൻ ഡിവൈനിൽ ധ്യാനത്തിന് ചെന്നപ്പോൾ
ബഹുമാനപ്പെട്ട പനക്കലച്ചൻ എൻ്റെ പേര് ചൊല്ലി വിളിച്ച സംഭവം എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ്. ഏതോ ഒരു ശക്തി അതെന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഈ അച്ഛൻ എൻ്റെ പേര് ചൊല്ലി വിളിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നൊരു നടുക്കമുണ്ടായിരുന്നു. ഡും. ആ നടുക്കത്തോടു കൂടിയാണ് ഈ കൈയൊന്ന് ചലിച്ചത്. ഈ നടുക്കമുണ്ടായത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ കടന്നതാണ്. ഈ പരിശുദ്ധാത്മാവാണ് ഈ വചനം വായിക്കുമ്പോൾ ഈ സംഭവങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പം എൻ്റെ മനസ്സിൽ സംശയം, ഞാനന്ന് ധ്യാനത്തിന് ചെന്നപ്പോൾ ഈ വനംകൊള്ളക്കാരുടെ അക്രമത്തിൽ മുറിവേറ്റ് വന്നതെന്ന് ഈ അച്ഛൻ എങ്ങനെയാണ് കൃത്യമായി വിളിച്ചു പറഞ്ഞത്? അവിടെ ആരോടും ഈ സംഭവം ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് അച്ഛൻ കൃത്യമായിട്ട് വിളിച്ചു പറയുന്നത്. അപ്പോൾ ഈ സംശയം വെച്ചുകൊണ്ട് വീണ്ടും ഞാൻ ബൈബിൾ അങ്ങോട്ട് വായിച്ച് ചെല്ലുമ്പോൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. ഈ വചനം വായിച്ചപ്പോൾ പെട്ടെന്ന് 2.5 കൊല്ലത്തിന് മുൻപ് ഞാൻ മുറിവേറ്റ മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ, ആ മരിച്ച അവസ്ഥയിൽ കിടക്കുമ്പോൾ ആ ദർശനത്തിൽ കേട്ട ഇതാ ജീവൻ, ഈ സ്വരം എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. അതും എന്നെ ഈ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം എൻ്റെ മനസ്സിൽ വീണ്ടും ഒരു സംശയം, ഞാൻ അന്ന് കേട്ട ആ സ്വരം ഈ എഴുതിയിരിക്കുന്ന ദൈവപുത്രൻ്റെ സ്വരം ആയിരുന്നോ എന്ന്. പ്രിയപ്പെട്ടവരെ, ആ സംശയം വെച്ചുകൊണ്ട് വീണ്ടും ഞാൻ ബൈബിൾ അങ്ങോട്ട് വായിച്ച് ചെല്ലുമ്പോൾ യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 5-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വചനങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ് യേശു ക്രിസ്തു. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലുമാണ് അവൻ വന്നത്. അതായത് ഇതാ ജീവൻ എന്ന സ്വരം കേട്ട് ചലനശേഷി നഷ്ടപ്പെട്ടിരുന്ന എൻ്റെ കണ്ണ് രണ്ടും തുറന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഒരു പ്ലാസ്റ്റിക് കൂട്ടിൽ രക്തവും വെള്ളവും കിടക്കുന്നതും അതിൽ നിന്നും തുള്ളി തുള്ളിയായി എൻ്റെ ദേഹത്തേക്ക് കയറിക്കൊണ്ടിരിക്കുന്നതായിരുന്നു. ഇതെവിടെ എഴുതിയിരിക്കുന്നു: ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ് യേശു ക്രിസ്തു. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലുമാണ് അവൻ വന്നത്. ആത്മാവാണ് സാക്ഷ്യം നൽകുന്നത്. ആത്മാവ് സത്യമാണ്. 3 സാക്ഷികളാണുള്ളത്: ആത്മാവ്, ജലം, രക്തം. ഇവ 3ഉം ഒരേ സാക്ഷ്യം നൽകുന്നു. മനുഷ്യരുടെ സാക്ഷ്യം നാം അംഗീകരിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവത്തിൻ്റെ സാക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. ഡോക്ടർ പറഞ്ഞു, ജീവൻ തന്നതിന് ദൈവത്തിന് നന്ദി പറ. പ്രിയപ്പെട്ടവരെ, അതൊരു മനുഷ്യൻ്റെ സാക്ഷ്യമായിരുന്നു. എന്നാൽ ഇതാ ജീവൻ ദൈവം നൽകിയത് അതിനേക്കാൾ ശ്രേഷ്ഠമായ സാക്ഷ്യമാണ്. അതതുപോലെ തന്നെ ഈ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിന്നീട് ഞാൻ ഈ ബൈബിളെ വായിച്ചിട്ടില്ലാത്ത സമയത്ത് ആ മുറിവേറ്റ് കിടന്നപ്പോൾ ദർശനത്തിൽ കേട്ടതായ എല്ലാ സംഭവങ്ങളും, കോടതിയെക്കുറിച്ച്, ഗ്രന്ഥങ്ങൾ പരിശോധിച്ചത്, ന്യായാധിപനെക്കുറിച്ച്, ഉയർന്നിരുന്നു പോയ ആ ഭാഗത്തെക്കുറിച്ച്, ന്യായവാദത്തെക്കുറിച്ച് സകലതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വിശുദ്ധ ബൈബിളിൽ എനിക്ക് കാണിച്ചു തന്നു. ആ സംഭവങ്ങൾ മുഴുവൻ ഈ ബൈബിളിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അവൻ്റെ ആത്മാവിന് സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഈ ഉയർന്നിരുന്നു പോയ ഭാഗത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. 2 കൊരിന്തോസ് 12-ാം അധ്യായം 2 മുതൽ 4 വരെ വചനം: 14 വർഷങ്ങൾക്ക് മുൻപ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം. ശരീരത്തോടു കൂടിയാണോ ശരീരം കൂടാതെയാണോ എന്നെനിക്കറിയില്ല, അത് ദൈവത്തിനെ അറിയൂ.
ഈ മനുഷ്യൻ പറുദീസായിലേക്ക് ഉയർത്തപ്പെട്ടു എന്നെനിക്കറിയാം. ശരീരത്തോടു കൂടെയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിയില്ല, അത് ദൈവത്തിനെ അറിയൂ. ആ വാജ്യവും മനുഷ്യനെ വിവരിച്ചു കൂടാത്തതുമായ കാര്യങ്ങൾ അവൻ കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഈ വചനം വായിക്കുമ്പോൾ ഞാനന്ന് ഉയർന്നിരുന്നു പോയ ആ സംഭവം എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. കാരണം ഇതെൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ്. എൻ്റെ അനുഭവം ഇതുപോലെ തന്നെയാണ്. എൻ്റെ ചലനശേഷിയെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ എൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ബോധമുണ്ട്, ഞാനിങ്ങനെ ഉയർന്നു പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. ചലനശേഷി നഷ്ടപ്പെട്ടതുകൊണ്ട് ശരീരമുണ്ടോ ശരീരമില്ല എന്നെനിക്കും അറിയില്ല. പ്രിയപ്പെട്ടവർ, എന്നാൽ എനിക്കിപ്പോൾ പറയാൻ കഴിയും, ശരീരം ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ലോകത്ത് ചെയ്ത ഓരോ തിന്മകൾ ഒരു ഗ്രൂപ്പ് എനിക്കെതിരെ എടുത്തെടുത്ത് പറയുന്നതായി ഞാനൊന്ന് കേട്ടു. പറയുക തന്നെയല്ല, ഓരോ രംഗങ്ങളും ഞാൻ കാണുകയും ചെയ്തു. 3 വർഷം കഴിഞ്ഞ് ഞാൻ ബൈബിൾ വായിച്ച് ചെല്ലുമ്പോൾ, കേൾക്കുന്ന കാലത്ത് ഞാൻ ബൈബിൾ കണ്ടിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല, ഞാൻ വായിച്ചിട്ടില്ല. 3 വർഷം കഴിഞ്ഞ് ഞാൻ ബൈബിൾ വായിച്ച് ചെല്ലുമ്പോൾ, ജ്ഞാനം എന്നൊരു പുസ്തകമുണ്ട് ബൈബിളിൽ. 73 പുസ്തകങ്ങൾ ചേർന്നാണ് ബൈബിൾ. അതിലൊന്നാണ് ജ്ഞാനം. ജ്ഞാനം 4-ാം അധ്യായം 20-ാം വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടുകയും നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിങ്ങളെ മുഖത്ത് നോക്കി കുറ്റപ്പെടുത്തുകയും ചെയ്യും. ഈ വചനം വായിച്ചപ്പോൾ അന്ന് ഇവരെൻ്റെ മേൽ ആരോപിച്ച കുറ്റങ്ങളും ഞാൻ കണ്ട രംഗങ്ങളും എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. അതിനെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടും, നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിങ്ങളെ മുഖത്ത് നോക്കി കുറ്റപ്പെടുത്തും. ഇവർ ഓരോ കുറ്റം ആരോപിച്ചപ്പോഴും ആ രംഗം ഞാൻ കാണുമ്പോൾ ആ കുറ്റം ചെയ്യുവാനുണ്ടായ കാരണം എൻ്റെ മനസ്സിൽ ഓർമ്മ വരുമായിരുന്നു. ഞാൻ മനസ്സിൽ ഓർമ്മിക്കുന്ന കാര്യം അവിടെ ഒരാൾ പറയുന്നതായും ഞാൻ കേട്ടിരുന്നു. യേശയ്യ 43:26, നീ എന്നെ ഓർമ്മിപ്പിക്കുക, നമുക്ക് ന്യായം പരിശോധിക്കാം. നിന്നെ നീതീകരിക്കുന്ന നിൻ്റെ ന്യായങ്ങൾ നീ ഉന്നയിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ നല്ല അഭിപ്രായം പറഞ്ഞവർ ഞാൻ അവരുടെ കൂട്ടത്തിലാണെന്ന്, കുറ്റം ആരോപിച്ചവർ ഞാൻ അവരുടെ കൂട്ടത്തിലാണെന്ന് ശക്തിയുക്തം വാദിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. പ്രഭാഷകൻ 27:5 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: കുശവൻ്റെ പാത്രങ്ങൾ ചൂളയിൽ എന്ന പോലെ മനുഷ്യൻ ന്യായവാദത്തിലൂടെ പരിശോധിക്കപ്പെടുന്നു. ഇവിടെ ഈ ചൂളയിൽ എന്ന പോലെ എന്ന് പറഞ്ഞത്, അതായത് അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഈ എൻ്റെ നാട്ടിൽ 2 പേര് കൂടി വഴക്ക് കൂടി. ചേട്ടനും അനിയനുമാണ്. അനിയൻ ഭയങ്കര മദ്യപാനിയാണ്. ഈ ഇവൻ മദ്യപിച്ച് വന്ന അമ്മയ്ക്കിട്ട് വരെ അടിക്കും. ഒരു ദിവസം ഈ ചേട്ടൻ അമ്മേനെ കാണാൻ ചെന്നപ്പോൾ അനിയൻ കുടിയും കഴിഞ്ഞ് വന്നു. അങ്ങനെ 2 പേരും കൂടെ പറഞ്ഞ് വഴക്കായി ഇവർ മുറ്റത്ത് കടന്ന് പിടുത്തമിട്ടു. അപ്പോൾ ഈ അമ്മേനെ അടിച്ച വിഷമം ചേട്ടൻ്റെ മനസ്സിലുണ്ട്. അവിടെ ഈ വിറക് കീറിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചേട്ടൻ ഒരു വിറക് കോലെടുത്തിട്ട് ഇവൻ അമ്മേനെ അടിച്ചവൻ്റെ കൈ ഒടിക്കണമെന്ന് വിചാരിച്ച് ഇവനിട്ട് ഒറ്റയടി അടി ചെന്ന് കൊണ്ടത് കഴുത്തിനാണ്. ഈ അനിയൻ പടഞ്ഞു തീർന്നു. കൊലപാതകമല്ലേ, വല്ല മാറ്റമുണ്ടോ? അമ്മ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടുത്തെ കോടതിയിൽ അത് കൊലപാതകമാണ്. പക്ഷേ അവിടുത്തെ കോടതിയിൽ ഈ കേസെടുക്കും. സാത്താൻ കൃത്യമായിട്ട് കൊണ്ടുവരും. രംഗമെല്ലാം അവിടെയുണ്ട്. സഖറിയ 3:1, പ്രധാന പുരോഹിതനായ യോശുവ കർത്താവിൻ്റെ ദൂതൻ്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനിൽ കുറ്റമാരോപിക്കുവാൻ അവൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും അവിടുന്ന് കാണിച്ചു തന്നു. ഈ കേസ് ആ കോടതി ചെല്ലുമ്പോൾ
സാത്താൻ അന്നേരെ കൊണ്ടുവന്ന് ഇതാ സ്വന്തം സഹോദരനെ അടിച്ചു കൊന്നവൻ, രംഗം അവിടെയുണ്ട്, അടികൊണ്ട് വീഴുന്നു, പിടയുന്നു, മരിക്കുന്നു. അപ്പോൾ ഈ ചേട്ടൻ എന്ത് പറയും? ചേട്ടൻ പറയും, എൻ്റെ ദൈവമേ, ചേട്ടൻ കാണുകയാണ് അനിയൻ കിടന്ന് മരിക്കുന്നു. എൻ്റെ ദൈവമേ, ഞാൻ അവൻ്റെ കൈ ഒടിക്കാൻ വേണ്ടി ഒന്ന് കൊടുത്തതാണ്, അടിക്കഴുത്തിന് കൊണ്ടുപോയതാണ്. ഇതാരറിയും? ഇതാണ് വെളിപാട് 2:23. ഹൃദയങ്ങളും മനസ്സുകളും പരിശോധിക്കുന്നവനാണ് ഞാൻ. ഈ കോടതിക്ക്, ഇവിടുത്തെ കോടതിക്ക് അത് പരിശോധിക്കാൻ പറ്റില്ല. പക്ഷേ അവിടുത്തെ കോടതി അത് പരിശോധിക്കും. അതാണ് ദൈവം ഇത് പറഞ്ഞത്. യെശയ്യാ 41:26, നീ എന്നെ ഓർമ്മിപ്പിക്കുക, നിന്നെ നീതീകരിക്കുന്ന നിൻ്റെ ന്യായങ്ങൾ നീ ഉന്നയിക്കുക, നമുക്ക് ന്യായവാദം നടത്താം. ഇതാണ് കുശവൻ്റെ പാത്രങ്ങൾ ചൂളയിൽ എന്ന പോലെ മനുഷ്യൻ ന്യായവാദത്തിൽ കൂടി പരിശോധിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ആ കോടതിയെക്കുറിച്ച് വെളിപാട് 20-ാം അധ്യായം 11-12 വചനം. വെണ്മയേറിയൊരു സിംഹാസനവും അതിൽ ഇരിക്കുന്നവനെയും ഞാൻ കണ്ടു. അതാണ് യഥാർത്ഥ കോടതി. മരിച്ചവർ വലിയവരും ചെറിയവരും ആ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതായി ഞാൻ കണ്ടു. അപ്പോൾ മരണശേഷമാണ് ആ കോർട്ടിൽ ചെല്ലുന്നത്. പിന്നെ എഴുതിയിരിക്കുന്നു, ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു, മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു, അത് ജീവൻ്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് മരിച്ചവർ വിധിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്ക് എന്ന് ഒരു സ്ത്രീ പറയുന്നത് ഞാൻ കേട്ടു. എൻ്റെ ഗ്രന്ഥം പരിശോധിച്ചിട്ട് പറഞ്ഞത് പരോപകാരമുണ്ട്, ദാനധർമ്മവും ഉണ്ട് എന്നാണ്. ഇവിടെ ഈ വെളിപാട് 20:12 പറഞ്ഞിരിക്കുന്നത് ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ഒന്നാണെങ്കിൽ ഗ്രന്ഥം തുറന്നു എന്നല്ലേ പറയുള്ളൂ. ഇവിടെ ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു, അപ്പോൾ ഒന്നിൽ കൂടുതലുണ്ട്. പിന്നെ പറയുന്നു മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു, അത് ജീവൻ്റെ ഗ്രന്ഥമാണ്. അപ്പോൾ ഗ്രന്ഥം 3 ഉണ്ട്. ഈ മൂന്നാമത്തെ ഗ്രന്ഥത്തെക്കുറിച്ച് മാലാഖി 3:16 ഇങ്ങനെ പറയുന്നുണ്ട്. മാലാഖി 3:16, അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു, അവർ പറഞ്ഞത് അവിടുന്ന് ശ്രദ്ധിച്ചു കേട്ടു. തന്നെ ഭയപ്പെടുകയും തൻ്റെ നാമത്തെ ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് അവിടുത്തെ മുൻപിൽ ഒരു പുസ്തകം എഴുതപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഈ മൂന്നാമത്തെ പുസ്തകം. തന്നെ ഭയപ്പെടുകയും തൻ്റെ നാമത്തെ ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് അവിടുത്തെ മുൻപിലൊരു പുസ്തകം എഴുതപ്പെട്ടു. അതാണ് മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു, അത് ജീവൻ്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് മരിച്ചവർ വിധിക്കപ്പെട്ടു. അപ്പോൾ എൻ്റെ ഗ്രന്ഥം പരിശോധിച്ചിട്ട് പറഞ്ഞത് പരോപകാരമുണ്ട്, ദാനധർമ്മവും ഉണ്ട് എന്നാണ്. തോബിത്ത് 12:9-10, ദാനധർമ്മം മരണത്തിൽ നിന്നും രക്ഷിക്കുന്നു, പരോപകാരം ചെയ്യുന്നവൻ ജീവിതത്തിൻ്റെ പൂർണ്ണത ആസ്വദിക്കും. ദൈവത്തിൻ്റെ വചനത്തിനൊരു മാറ്റവും സംഭവിച്ചുകൂടാ. ഈ പരോപകാരം എന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പരോപകാരം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ടത് ഒരു വിഷമിച്ച് പോയ മനുഷ്യൻ്റെ ചുമട് കുറച്ച് ദൂരം ചുമന്ന് കൊടുത്തതാണ്. അപ്പം നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു വയ്യാത്ത ആളോ പ്രായം ചെന്ന ആളോ ഒക്കെ കയറി വരുന്നത് കാണുമ്പം അവരെ ഇന്നത്തെ ആൾക്കാർ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ കയറുമ്പോഴേ കാണും വയ്യാത്ത, എന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും, അങ്ങോട്ട് നോക്കിയാൽ, കാരണം അങ്ങോട്ട് നോക്കിയാലല്ലേ കണ്ടെന്നറിയത്തുള്ളൂ. അപ്പോൾ അവർ വരുമ്പോൾ നമ്മളൊരു 10 മിനിറ്റ് ഏറ്റ് നിന്നിട്ട് അവർക്കൊരു ഇരിക്കാനൊരു സീറ്റൊക്കെ കൊടുക്കുന്നതാണ് ഈ പരോപകാരം എന്ന് പറയുന്നത്. അതിൻ്റെ വിലയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പരോപകാരം ചെയ്യുന്നവൻ ജീവിതത്തിൻ്റെ പൂർണ്ണത ആസ്വദിക്കും. ഈ കോടതിയിലിരുന്ന ആ ന്യായാധിപനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 21-22 വചനം.
പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. എല്ലാവർക്കുമില്ല. താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല. വിധി മുഴുവൻ അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 10:42. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായിട്ട് ദൈവം അവനെ നിയോഗിച്ചിരിക്കുന്നു. ഇതാണ് 97 ഞാൻ ധ്യാനത്തിന് ചെന്നപ്പോൾ എൻ്റെ ചെവിയിൽ പറഞ്ഞത്. നീ സംശയിക്കുന്നയാൾ അവൻ തന്നെ, അവന് മാത്രമാണ് അതിനുള്ള അധികാരം കിട്ടിയിട്ടുള്ളത്. പിന്നീട് ഞാൻ ബൈബിളിൽ വായിക്കുകയാണ്, ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായിട്ട് ദൈവം അവനെ നിയോഗിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അധികാരമുള്ള ന്യായാധിപനായ പുത്രൻ താൻ ഇച്ഛിക്കുന്നവർക്ക് ഇന്നും ജീവൻ കൊടുക്കുന്നു. യോഹന്നാൻ 6:63, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഇതാ ജീവൻ എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ആത്മാവും ജീവനും എന്നിൽ പ്രവേശിച്ചു. ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ് യേശു ക്രിസ്തു. കൊളോസോസ് 3:3, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടി ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. ഈ നിഗൂഢതയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഓർക്കുന്ന കാര്യം അവിടെ പറയുന്നു. ഇവിടെ ഓർക്കുന്ന കാര്യം അവിടെ പറയുന്നു. കൊളോസോസ് 3:3, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ അവനോടുകൂടി നിങ്ങൾ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇതാ ജീവൻ പ്രത്യക്ഷപ്പെട്ടത് ക്രിസ്തുവാണ്. ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ് യേശു ക്രിസ്തു. അവനോടുകൂടി നിങ്ങൾ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഈ സത്യം മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വീണ്ടും ജീവൻ തന്ന ദൈവപുത്രനെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനായി സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം എൻ്റെ ജീവനെ എനിക്ക് വീണ്ടും തന്നപ്പോൾ ദൈവത്തിന് എന്നെക്കുറിച്ച് പല പദ്ധതിയുണ്ടായിരുന്നു. പുറപ്പാട് 9:16, എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരുവാനും എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കുവാൻ അനുവദിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രഭാഷകൻ 3:23, മനുഷ്യനെ അഗ്രാഹ്യമായ കാര്യമാണ് ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം 22:15, നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെക്കുറിച്ച്, നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെക്കുറിച്ച് എല്ലാ മനുഷ്യരുടെയും മുമ്പിൽ എനിക്ക് സാക്ഷിയായിരിക്കെ. ഇതാ എനിക്ക് തന്നിരിക്കുന്ന ദൗത്യം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞല്ലോ, ആട്ടിൻകുട്ടിയും ചെന്നായും തമ്മിൽ എന്ത് ബന്ധം പോലെയായിരുന്നു എൻ്റെ കഴിഞ്ഞകാല ജീവിതം. എന്നെ അറിയാവുന്ന ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പലർക്കും അറിയാം. കാരണം ഞാൻ ഇപ്പോൾ 99 മുതൽ ഞാൻ കണ്ടതിനെക്കുറിച്ച് കേട്ടതിനെക്കുറിച്ച് ഈ ലോകത്തിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ, പൊട്ടാ ധ്യാനമന്ദിരത്തിൽ, ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ 7 ഭാഷകളിൽ ധ്യാനം നടക്കുന്നു. ആദ്യകാലങ്ങളിൽ 7 ഭാഷകളിലും പോയി ഞാൻ സാക്ഷ്യപ്പെടുത്തും. എനിക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ, ബാക്കിയുള്ള എല്ലാ ഭാഷകളും ട്രാൻസ്ലേഷൻ ചെയ്യും. ഇപ്പോൾ ഈ രാജ്യം വിട്ടു പോയിട്ടില്ലെങ്കിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയി ഞാൻ കണ്ടതിനെക്കുറിച്ചും കേട്ടതിനെക്കുറിച്ചും സാക്ഷ്യപ്പെടുത്തുന്നു. അതായത് മരണാനന്തരം നമുക്കൊരു വിധിയുണ്ട്. ആ കോർട്ടിൽ നാം എല്ലാവരും ചെല്ലണം. കാരണം മനുഷ്യനായി ജനിച്ച സകലവനും ആ കോർട്ടിൽ ചെല്ലണം. ആ കോർട്ടിൽ നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ തന്നെയാണ് സാക്ഷി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തന്നെയാണ് ആ കോർട്ടിൽ സാക്ഷി, വേറെ സാക്ഷികളില്ല. ആ കോർട്ടിൽ നാം എല്ലാവരും ചെല്ലണം. ആ കോർട്ടിൽ നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ തന്നെയാണ് സാക്ഷി. തുടർന്നുള്ള ഭാഗം അനുഭവങ്ങൾ അടുത്ത ആഴ്ചയിൽ നമുക്ക് ശ്രമിക്കാം, പ്രാർത്ഥിക്കാം.
കർത്താവേ, കാരുണ്യനായ ദൈവമേ, എന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, മനുഷ്യന് മരണാനന്തര വിധിയുണ്ടെന്നും ആ ന്യായസിംഹാസനത്തിന് മുമ്പിൽ അങ്ങയുടെ സന്നിധിയിൽ എല്ലാവരും കടന്നു വരണമെന്നുള്ള ആ ബോധ്യം നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.